ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ത്രീ BJPയുടെ കാൻഡിഡേറ്റാണ്. അവിടെ നിരന്ന് നിൽക്കുന്ന, അവിടെ ക്യൂ നിൽക്കുന്ന മുസ്ലിം സ്ത്രീകളുടെയൊക്കെ ബൂർക്ക പൊക്കി പരിശോധിക്കുന്നു. എന്നിട്ട് അവരെ ഡിമാൻഡ് തിരഞ്ഞെടുപ്പ് പിന്നെ അവരുടെ ഐഡന്റിറ്റി കാർഡ് കാണിക്കാൻ അവരെ നിർദ്ദേശിക്കുകയാണ്. ഈ സ്ത്രീക്ക് ഇതിനുള്ള അധികാരം എന്താണ്? ആ ഇലക്ഷൻ എന്നിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇപ്പൊ ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റി തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത് അതിലെ പോളിംഗ് അതിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവിടെ ഇരിക്കുന്ന ബൂത്ത് ഏജൻസിന് ഇത് തെറ്റാണെങ്കിൽ തർക്കിക്കാം. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ സ്ഥാനാർത്ഥിക്കും ബൂത്ത് ഏജന്റുകളുണ്ട്. ആ ബൂത്ത് ഏജന്റിന് ഇത് തർക്കിക്കാം. അല്ലാതെ ഇവർക്ക് ഇതിനുള്ള അധികാരം എന്താണ്? ഈ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന അധികാരം അവർ BJPക്കാരി ആയതുകൊണ്ടാണോ ഈ അധികാരം? ഈ രീതിയിലുള്ള നടപടികളാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സമുദായത്തെ ഉന്നം വെച്ചുള്ള ഇതേപോലുള്ള ആക്രമണങ്ങൾ അത് കടുപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ എന്നിട്ട് അവഹേളിക്കുക, അവരെ ബൂർക്ക പൊക്കി പരിശോധിക്കുക സ്ത്രീകളുടെ. എന്നിട്ട് അത് അവർക്ക് ബോധ്യപ്പെടണമെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. അവർക്ക് ഏജന്റ് ഉണ്ട്, അവരുടെ ബൂത്ത് ഏജന്റ് ഉണ്ട്, അവർ നോക്കണം. ഇവരുടെ ജോലിയല്ലത്. അവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥർ അതിന് അനങ്ങുന്നില്ല, ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ആദ്യമൊന്നും അവർ വിലക്കാൻ നോക്കി, പക്ഷേ അത് എനിക്ക് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞപ്പം തലയാട്ടി സമ്മതിച്ചുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഒരു കാര്യം. പിന്നെ വേറൊരുത്തം പോയതാണ്ട് ഒരു വോട്ടറെ അയാൾ മുംബൈ ഏറി വോട്ട് ചെയ്യാൻ പോയി, ക്യൂ തെറ്റിച്ച്. ഇവിടുത്തെ MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും ആരായാലും ശരി, ആ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യണം. അതിന് പകരം കയറി പോയപ്പോൾ അതിനെ ചോദ്യം ചെയ്തു ഒരു വോട്ടർ, അവനെ തല്ലി, അവൻ തിരിച്ചു തല്ലി. ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചില ഉദാഹരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സൗത്ത് ഇന്ത്യയിലെയൊക്കെ പോളിംഗിന്റെ സമയത്തും ഇവിടുത്തെ പ്രചാരണത്തിന്റെ സമയത്തും ഒന്നും ഉപയോഗിക്കാതിരുന്ന വാചകങ്ങളാണ് പിന്നെ നോർത്ത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിച്ച് തുടങ്ങിയത്. ഞാൻ പറഞ്ഞതുപോലെ ഈ വർഗീയ ചെവിയുള്ള, അതായത് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുക, വർഗീയ വിഭജനം നടത്തിയിട്ട്, അതായത് മതത്തിന്റെ പേരിലുള്ള വിഭജനം നടത്തി ആളുകളുടെ കയ്യിൽ നിന്ന് ഹിന്ദു വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുക എന്നുള്ള ഒരു തത്വമാണ് അദ്ദേഹം എടുക്കുന്നത്. ഇത് പ്രധാനമന്ത്രി സ്വീകരിച്ചിരുന്ന ഒരു കാര്യം. അതിന് ഒത്താശ ചെയ്തുകൊണ്ട് അമിത്ഷായും അതുപോലുള്ള ആളുകളുമൊക്കെ അതിന് പുറകിലുണ്ട്. ഇതാണ് കാര്യം. അവർ ഇതുപോലുള്ള ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം ഈ മതപരമായ ഒരു വർഗീയത ഉണ്ടാകുന്ന വിധത്തിലുള്ള, വർഗീയ വിഭജനം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു പ്രചാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്നുവരെ നടത്തിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ ഈ ഇലക്ഷൻ വരെ ഇത്രയും പ്രകടമായിട്ട് നടത്തിയിട്ടില്ല. ഇതിനു മുമ്പ് ഇവർ ഈ കാർഡ് തന്നെ പ്രയോഗിച്ചെങ്കിൽ പോലും അതൊരു രഹസ്യമായ ഒരു അജണ്ടയായിരുന്നു. ആളുകൾക്ക് എന്നാൽ മനസ്സിലാവാൻ വേണം, പക്ഷെ അത് ഗോപ്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്തു. ഇപ്രാവശ്യം അത് നടക്കുന്നില്ല എന്ന് തോന്നി. അന്നേരം ഇവിടുത്തെ കാര്യം കഴിഞ്ഞപ്പോൾ നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് അങ്ങോട്ട് ഇറക്കുകയാണ് ഈ കാർഡ്. ഇപ്പോൾ ഇത് ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ എങ്ങനെ പോകുന്നേ? അത് ഇപ്പോൾ പോളിംഗിൻ്റെയൊക്കെ ശതമാനം കുറയുന്നത് കണ്ടില്ലേ? എന്തിനാ ഈ വൃത്തികേടിന് പോകുന്നതെന്ന് ആളുകൾ ചിന്തിക്കത്തില്ലേ? ഇപ്പോൾ ആ രീതിയിലേക്ക് അതപ്പതിച്ച് പോയി ഈ സിസ്റ്റം. ഇത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും, ദോഷം ചെയ്യുന്ന ഒരു കാര്യവുമാണ് ഇതെല്ലാം. ഇത് ഒരു കാരണവശാലും നമുക്ക് ഇന്ത്യക്ക്, ഭാരതത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല.